ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ ടു അടുത്ത പേജിലായിട്ട് കൊടുക്കുക. കാരണം ബയോകെമിസ്ട്രി കഴിഞ്ഞു, ഇനി പാത്തോളജിയാണ്, ക്ലിനിക്കൽ പാത്തോളജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു പാത്തോളജി ഓഫ് ബ്ലഡ് ആൻഡ് യൂറിൻ മെയിൻ ഹെഡിങ് കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ ടു പാത്തോളജി ഓഫ് ബ്ലഡ് ആൻഡ് യൂറിൻ. സബ് ഹെഡിങ് പാത്തോളജി എന്താന്ന് നോക്കാം. സബ് ഹെഡിങ് പാത്തോളജി എന്ന് കൊടുക്കാം. Okay, in that definition ആണ് പറയാൻ പോകുന്നത്. Pathology is the branch of medical science that involves the study and diagnosis of disease through the examination of surgically removed organs, tissues, bodily fluids and in some cases the whole body. Bracket autopsy. Okay, അതായത് പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെഡിക്കൽ സയൻസിന്റെ ഒരു ശാഖയാണ്, ഒരു ബ്രാഞ്ച് ആണ്. മെഡിക്കൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ആൻഡ് ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്. അതായത് ഇതിൽ പഠിക്കുന്നത് ഡയഗ്നോസിസും അതുപോലെ തന്നെ അതായത് എന്താ പറയാ സർജിക്കലി റിമൂവ്ഡ് ഓർഗൻസ്, ടിഷ്യൂസ് അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ഇതിനെല്ലാം എക്സാം ചെയ്ത് ഇതിനെല്ലാം പരീക്ഷണം നടത്തിയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ രോഗനിർണയത്തിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ മൊത്തമായിട്ടുള്ള വോൾ ബോഡിനെയും കുറിച്ചും പഠിക്കുന്നുണ്ട്. മീൻസ് ഓട്ടോപ്സി മീൻസ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, എന്നോട് പറയാം. പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ദാറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ആൻഡ് ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്. അതായത് പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, ഇതില് എന്താ പറയാ രോഗങ്ങളെ കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ രോഗനിർണയം നടത്താനും, ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം നടത്താനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ദ എക്സാമിനേഷൻ ഓഫ് സർജിക്കലി റിമൂവ്ഡ് ഓർഗൻസ്, ടിഷ്യൂസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സം കേസസ് ഓഫ് ഓൾ ബോഡി. അതായത് എന്താ പറയാ ഈ രോഗനിർണയം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ എന്താ പറയാ ഒന്നെങ്കിൽ ഓർഗൻസിനെ കുറിച്ച്, അവയവങ്ങളെ കുറിച്ച്, സർജിക്കലി റിമൂവ് ചെയ്തിരിക്കുന്ന മീൻസ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയിരിക്കുന്ന ഓർഗൻസിലെ പരീക്ഷണം നടത്തിയിട്ട്, അല്ലെങ്കിൽ ടിഷ്യൂസിനെ മീൻസ് ബയോപ്സി സാമ്പിൾസ്. ഓക്കെ, അതായത് ടിഷ്യൂസിനെ പരീക്ഷണം നടത്തിയിട്ട്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ CSF വരും, ബ്ലഡ് വരും. ഓക്കെ, അതുപോലെയുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ച് എല്ലാം അതിനെക്കുറിച്ചെല്ലാം പരീക്ഷണം നടത്തിയിട്ടാണ് നമ്മൾ എന്താ പറയുക രോഗം നിർണ്ണയിക്കുക അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ എന്താ പറയുക സം കേസസ് ദ വോൾ ബോഡി, ചില സന്ദർഭങ്ങളിൽ നമ്മൾ മൊത്തമായിട്ടുള്ള ബോഡിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. മീൻസ് ഓട്ടോപ്സി അതായത് പോസ്റ്റ്മോർട്ടം. ഓക്കെ, ഇതാണ് പാത്തോളജി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഇത് രോഗനിർണയത്തിനും അതുപോലെ തന്നെ രോഗങ്ങളെ കുറിച്ച് പഠിക്കാനുമാണ് ഈ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാ പഠിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് സർജിക്കലി റിമൂവ്ഡ് ഓർഗൻസ്, ഓപ്പറേഷൻ വഴി റിമൂവ് ചെയ്തിരിക്കുന്ന ഓർഗൻസ്, അവയവങ്ങൾ. ഓക്കെ, ആ അവയവങ്ങളെ കുറിച്ച് അവയവങ്ങളിൽ നമ്മൾ പരീക്ഷണം നടത്തും. അല്ലെങ്കിൽ എന്താ പറയുക കലകളിൽ, ടിഷ്യൂസിൽ മീൻസ് ബയോപ്സി സാമ്പിളുകളിൽ നമ്മൾ പരീക്ഷണം നടത്തും. അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് മീൻസ് ബ്ലഡ്, പ്ലാസ്മ അതുപോലെയുള്ള ഫ്ലൂയിഡ്സിലെല്ലാം നമ്മൾ പരീക്ഷണം നടത്തും. അങ്ങനെയൊക്കെയാണ് നമ്മൾ രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, അതല്ലെങ്കിൽ രോഗം നിർണ്ണയിക്കുന്നതൊക്കെ. ക്ലിയർ ആയോ? പാത്തോളജി എന്ന് പറഞ്ഞാൽ ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം ബ്ലഡ്. ഇനി നമ്മൾ ബ്ലഡിന്റെ പാത്തോളജിയാണ് പറയാൻ പോകുന്നത്. ബ്ലഡ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, കഴിഞ്ഞ വർഷമാണ് കേട്ടോ പഠിച്ചതാണ് ബ്ലഡിനെ കുറിച്ച്. ഓക്കെ, ബ്ലഡ് എന്താന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ബ്ലഡ് ഈസ് എ മൊബൈൽ കണക്റ്റീവ് ടിഷ്യൂ composed of a fluid, the plasma and the cells, the blood corpuscles. ഓക്കെ, അതായത് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. മീൻസ് ചലിക്കുന്ന രീതിയിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, ഇതിൽ കമ്പോസ്ഡ് ഓഫ് ഫ്ലൂയിഡ്, ഇതിൽ ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്, പ്ലാസ്മ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മീൻസ് അതുകൂടാതെ തന്നെ ബ്ലഡ് കോർപ്പസൽസ് എന്ന രക്താണുക്കളും അടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി പഠിച്ചാണ് കഴിഞ്ഞ വർഷം. എന്നിട്ട് പറയാൻ ഡെഫിനിഷൻ, ബ്ലഡ് ഈസ് എ മൊബൈൽ കണക്റ്റീവ് ടിഷ്യൂ കമ്പോസ്ഡ് ഓഫ് എ ഫ്ലൂയിഡ്, ദ പ്ലാസ്മ ആൻഡ് ദി സെൽസ്, ദി ബ്ലഡ് കോർപ്പസൽസ്. അതായത് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലിക്കുന്ന രീതിയിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂല് മൊബൈൽ ആയിട്ടുള്ള ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. ഓക്കെ,
ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഫ്ലൂയിഡ്സ് ഉണ്ട്, പ്ലാസ്മയുണ്ട്, കോശങ്ങളുണ്ട്, അതുപോലെ രക്താണുക്കളെല്ലാം അടങ്ങിയിട്ടുണ്ട്. Is it clear? Okay. Next point. Blood forms about 30 to 35% of the ECF. അതായത് ബ്ലഡ് ഫോം ചെയ്തിരിക്കുന്നത് about 30 to 35% of ECF എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കൊണ്ടാണ് ബ്ലഡിന്റെ ഒരു 30 to 35% ബ്ലഡ് ഫോം ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ സെൽ ഫ്ലൂയിഡ് കൊണ്ടാണ്. ഓക്കെ, 30 to 35% of extra cellular fluid means ECF കൊണ്ടാണ് ബ്ലഡ് ഫോം ചെയ്തിരിക്കുന്നത്. Blood forms about 30 to 35% of the ECF. ECF എന്ന് പറഞ്ഞാൽ extracellular fluid. Next point. The volume of blood in an adult person of 70 kg weight is about 5.5 liters. Okay. അതായത് the volume of blood in adult person. അതായത് ഒരു 70 കിലോ ഉള്ള ഒരു അഡൾട്ട് പേഴ്സണെ എടുത്താൽ അവരുടെ വെയിറ്റ് അവരുടെ ബ്ലഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 5.5 liters ആയിരിക്കും. ഓക്കെ, the volume of blood in an adult person of 70 kg weight is about 5.5 liters. ഒരു 70 kg അടുത്തുള്ള ഒരു അഡൾട്ടിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5.5 liters ആയിരിക്കും. Next point. It is a slightly alkaline fluid having pH of 7.4. Then pH of blood in arteries is more than in veins. Okay, അതായത് ഇതൊരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ, നേർത്ത രീതിയിലുള്ള ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള ദ്രാവകമാണ്, ഫ്ലൂയിഡ് ആണ്. ഇതിന്റെ pH, ബ്ലഡിന്റെ pH എന്ന് പറഞ്ഞാൽ 7.4 ആണ്. Okay, അതായത് the pH of blood in arteries is more than in വെയിൻസ്. വെയിൻസിനെ അപേക്ഷിച്ചിട്ട് ആർട്ടറീസിൽ ബ്ലഡിന്റെ pH കൂടുതലായിരിക്കും. വെയിൻസിനെ അപേക്ഷിച്ചിട്ട് ആർട്ടറീസിൽ ബ്ലഡിന്റെ pH കൂടുതലായിരിക്കും. ഒന്നുകൂടി പറയാം. In that blood, first point, blood is a mobile connective tissue composed of a fluid, the plasma and the cells and the blood corpuscles. അതായത് ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിൽ ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്, പ്ലാസ്മ അടങ്ങിയിട്ടുണ്ട്, കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ രക്താണുക്കളെല്ലാം അടങ്ങിയിട്ടുണ്ട്. Then next point, blood forms about 30 to 35% of the extracellular fluid. ബ്ലഡ് ഫോം ചെയ്തിരിക്കുന്ന ഒരു 30 to 35% of ECF കൊണ്ടാണ്. Then next point, the volume of blood in an adult person of 70 kg weight is about 5.5 liters. ഒരു 70 കിലോ ഉള്ള അഡൾട്ട് പേഴ്സൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5.5 liters ആയിരിക്കും. Then next point, it is a slightly alkaline fluid having pH of 7.4. Then pH of blood in arteries is more than in veins. അതായത് ഇതൊരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ബ്ലഡിന്റെ pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.4 ആണ്. വെയിൻസിനെ അപേക്ഷിച്ചിട്ട് ആർട്ടറീസിൽ ബ്ലഡിന്റെ pH കൂടുതലായിരിക്കും. ആർട്ടറീസിൽ ബ്ലഡിന്റെ pH കൂടുതലായിരിക്കും വെയിൻസിനെ അപേക്ഷിച്ച്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? Is it clear? Okay. Next point, blood is divided into two constituents. Blood is divided into two constituents. Okay, in that അതായത് ബ്ലഡിനെ രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. In that first one, cellular composition. Cellular composition. രണ്ടാമത്തേത് നോൺ സെല്ലുലാർ കമ്പോസിഷൻ. ഒന്നാമത്തേത് സെല്ലുലാർ കമ്പോസിഷൻ, രണ്ടാമത്തേത് നോൺ സെല്ലുലാർ കമ്പോസിഷൻ. രണ്ട് ഘടകങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് സെല്ലുലാർ കമ്പോസിഷന് സബ് ഹെഡിങ് കൊടുക്കുക, സെല്ലുലാർ കമ്പോസിഷൻ. ഓക്കെ, സെല്ലുലാർ കമ്പോസിഷനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ RBC, സെക്കൻഡ് വൺ WBC, തേർഡ് വൺ പ്ലേറ്റ്ലെറ്റ്സ്. RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്, ഇത്രയാണ് സെല്ലുലാർ കമ്പോസിഷൻ. ഓക്കെ, അതിൽ തന്നെ എന്താണ് WBCനെ, ഓക്കെ സബ് ഹെഡിങ് കൊടുക്കുക, WBC എന്ന് കൊടുക്കുക. അതിൽ തന്നെ WBCനെ അഗൈൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. In that first one granulocytes.
ഓക്കെ, അതിൽ വരുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ. ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത് ഒന്നാമത്തത് ന്യൂട്രോഫില്, രണ്ടാമത്തത് ഈസ്നോഫില്, മൂന്നാമത്തത് ബേസോഫിൽ. ദെൻ WBCന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രാനുലോസൈറ്റ്സ്. അഗ്രാനുലോസൈറ്റ്സ് അഗ്രാനുലോസൈറ്റ്സിൽ വരുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ മോണോസൈറ്റ്സ്, ദെൻ ലിംഫോസൈറ്റ്സ്. ഒന്നുകൂടി പറയാം. സെല്ലുലാർ കമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇതാണ് സെല്ലുലാർ കമ്പോസിഷനിൽ വരുന്നത്. അതിൽ തന്നെ WBCനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാനുലോസൈറ്റ്സും അഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സിനെ അഗൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ന്യൂട്രോഫില്, ഈസ്നോഫില് ആൻഡ് ബേസോഫില്. ദെൻ അഗ്രാനുലോസൈറ്റ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. അത്രയും ക്ലിയർ ആയോ? Is it clear? ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ എന്ത് ചെയ്യാൻ നോട്ട് ഞാൻ വാട്സപ്പിൽ ഇടില്ല. ബ്ലഡിന്റെ നോട്ട് പുതിയ സെക്ഷൻ എടുക്കുമ്പോൾ, പുതിയ ഭാഗം വരുമ്പോൾ മാത്രമേ നോട്ട് ഇടുള്ളൂ. മീൻസ് ഈ സെക്ഷൻ ഒക്കെ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ അനാട്ടമി നോട്ടിലുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനോട്ട് പോകാം. നിഷാന, നിഷാന ഓക്കെ, മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് പറ. മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ്. അമിനോ ആസിഡ്സ് ആയിട്ട്. ഓക്കെ, റിസാന. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പറ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഗ്ലൈക്കോണിയോജെനിസിസ്. ഓക്കെ, ഓക്കെ, ഗുഡ്. അതുല്യ, ലിപ്പിഡ് മെറ്റബോളിസം പറ. അത്രേ ഉള്ളൂ.
Okay. Okay, good. Nishan, Celia. Celia. Okay, എന്താണ് pathology? Okay. Sona, blood പറ. ഉം, 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 ഉം. Okay. Okay, എത്രയാണ് ബ്ലഡ്? ഇനി അടുത്ത ബ്ലഡിന്റെ ഒരു ഇതാണ് എന്താ പറയാ, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതായത് കളറ്, സ്ട്രക്ചർ, ഫോർമേഷൻ, അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻ, അങ്ങനെ രണ്ടു കോളംസ് ആണ് വരുന്നത്. കഴിഞ്ഞ വർഷം നോട്ടിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, അത് എഴുതിയെടുക്കുക. ഓക്കെ, നോട്ട് അതുപോലെ തന്നെ എഴുതിയെടുക്കുക. ജസ്റ്റ് ഞാനിവിടെ പറയാം. എന്നിട്ട് ഒന്നാമത്തത് എറിത്രോസൈറ്റ്സ്, നമ്പേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ പെർസെന്റേജ് ഒക്കെയാണ് പറയുന്നത് ഒന്നാമത്തെ കോളത്തിൽ. കഴിഞ്ഞ വർഷം ഓൾറെഡി എഴുതിയതാണ്. ഓക്കെ, ഇതിലെ ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ്സ്. ഓക്കെ, മീൻസ് ആർ ബി സി. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർ ബി സി. ഓക്കെ, ആർ ബി സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആർ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ മെൻ ആൻഡ് വുമൺ 5 and 4.5 million per cubic millimeter of blood. Number increases during exercise and at high altitudes. Okay, അതായത് മെന്നിലും വുമണിലൊക്കെ ഒരു 5 and 4.5 million per cubic millimeter of blood, അതായത് ബ്ലഡ് വോളിയത്തിൽ ആർ ബി സി ഇത്രത്തോളം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, വാല്യൂസ് എല്ലാം ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ നോട്ടിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ നമ്പേഴ്സ് ഇൻക്രീസസ് ഡ്യൂറിങ് എക്സസൈസ് ആൻഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഈ ആർ ബി സിന്റെ എണ്ണം കൂടുന്നത് ഒന്നെങ്കിൽ എന്താണ്, എക്സസൈസ് കൂടുമ്പോൾ കൂടും, അതുപോലെ തന്നെ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് മീൻസ് ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ആർ ബി സി എന്താണ് കൂടും. ഉയർന്ന ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലങ്ങൾ, ഉയരം കൂടുന്നതനുസരിച്ചിട്ടൊക്കെ ആർ ബി സിന്റെ കൗണ്ടില് വ്യത്യാസം വരും. Then color and structure ആണ് പറഞ്ഞിരിക്കുന്നത്. In that look yellow when seen like singly and red when viewed in bulk, circular, then biconcave, then denucleated, elastic and homogeneous cytoplasm with HB. അതായത് ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ കളർ ആണ്. ബട്ട് എന്താണ്, സിംഗിൾ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. ദെൻ കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. വ്യൂഡ് ഇൻ ബൾക്ക്, കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ സർക്കുലർ ആയിട്ടുള്ള ഷേപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ബൈകോൺകേവ്, സർക്കുലർ ആയിരിക്കും മീൻസ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബൈകോൺകേവ്. ബൈകോൺകേവ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ രീതിയിലായിരിക്കും, മീൻസ് ഉള്ളിലോട്ട് മടങ്ങിയ രീതിയിലായിരിക്കും. ദെൻ ഡീന്യൂക്ലിയേറ്റഡ് മീൻസ് ന്യൂക്ലിയസ് ഇല്ലായിരിക്കും. ദെൻ ഇലാസ്റ്റിക് ആണ്. Then homogeneous cytoplasm with HB, cell organelles such as endoplasmic reticulum, mitochondria, ribosomes, centrioles, and the centrioles are absent. Then 7 to 8 millimeter wide and 1 micrometer thick. Okay, അതായത് ഇവിടെ കളറും സ്ട്രക്ചറൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ആ കഴിഞ്ഞ വർഷത്തെ കോളം എടുക്കുക. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, കളറിലും സ്ട്രക്ചറിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഹോമോജനസ് ആയിട്ടുള്ള മീൻസ് ഒരേ സ്വഭാവമുള്ള രീതിയിലുള്ള ഒരു പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയിലാണ് എച്ച് ബി അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് അടങ്ങിയിട്ടുണ്ട്. സെൽ ഓർഗനൽസ് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, റൈബോസോം, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, സെൻട്രിയോൾ ആബ്സെന്റ് ആയിരിക്കും. ഈ സെൻട്രിയോള് അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഇതെല്ലാം കഴിഞ്ഞ വർഷം സെല്ലിൽ പഠിച്ചതാണ്. ഓക്കെ,
സെന്ററുകൾ ഇവിടെ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഒരു 7 to 8 മൈക്രോമീറ്റർ ആണ് അതിന്റെ എന്താ പറയാ വീതി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ 1.2 മൈക്രോമീറ്റർ ആണ് തിക്ക്, കട്ടി. ദെൻ ഫോർമേഷൻ ആൻഡ് ലൈഫ് സ്പാൻ ആണ് അടുത്ത കോളത്തിൽ വരുന്നത്. അതിൽ വരുന്നത് ബൈ യോഗ് സാക്ക് ഇൻ ദ ഏർലി ഫ്യൂ വീക്സ് ഓഫ് എംബ്രിയോണിക് സ്റ്റേജ് ബൈ ദ ലിവർ ആൻഡ് സ്പ്ലീൻ. അതായത് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? യോക്ക് ആയിരിക്കും. യോഗ് സാക്ക് മീൻസ് ഒരു അണ്ഡാകൃതിയിലായിരിക്കുമ്പോൾ ഇൻ ദ ഏർലി ഫ്യൂ വീക്സ് ഓഫ് എംബ്രിയോണിക് സ്റ്റേജ്. ഓക്കെ, എംബ്രിയോണിക് സ്റ്റേജിൽ ഇതൊരു യോഗ് സാക്ക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. ദെൻ ഇത് എംബ്രിയോണിക് സ്റ്റേജിൽ ലിവറിലായിരിക്കും. ലിവറിലും അതുപോലെ തന്നെ സ്പ്ലീനിലൊക്കെയാണ് കാണപ്പെടുന്നത്. ദെൻ ഫ്രം ബർത്ത് ഓൺവേർഡ്സ് ബൈ ബോൺ മാരോ. ബർത്തിന് ശേഷം എന്താണ് ഇത് ബോൺ മാരോയിലൊക്കെയാണ് കാണപ്പെടുന്നത്. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 120 days ആണ്. ഓക്കെ, അതായത് യോഗ് സാക്ക് ആയിട്ടായിരിക്കും ഏർലി സ്റ്റേജിൽ കാണപ്പെടുന്നത്, ഫ്യൂ വീക്സിൽ. ഓക്കെ, ആദ്യത്തെ ആഴ്ചകളിൽ യോഗ് സാക്ക് ഷേപ്പിലായിരിക്കും. ദെൻ എംബ്രിയോണിക് സ്റ്റേജിൽ ഇത് ലിവറിലും അതുപോലെ തന്നെ സ്പ്ലീനിലൊക്കെയാണ്, ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ ഇത് ലിവറിലും സ്പ്ലീനിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ബർത്ത് ഓൺവേർഡ്സ് ബോൺ മാരോയിലോട്ട് മാറുകയാണ്. ദെൻ ലൈഫ് 120 days ആണ്. ദെൻ ഫങ്ഷൻസ് ആണ് അടുത്ത കോളത്തിൽ വരുന്നത്. ഇതിൽ പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് സം amount ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അതായത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ എന്താ പറയാ കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ് സഹായിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, കോളം തന്നെ കോളം വരച്ചിടുക. നാളെ കോളത്തിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എടുക്കുക. ക്ലിയർ ആയോ? കഴിഞ്ഞ വർഷത്തെ അനാട്ടമിയിൽ ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കാം. എല്ലാവരുടെയും കയ്യിലില്ലേ നോട്ട്? സോ നോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കില്ല. ബയോകെമിസ്ട്രിന്റെ നോട്ട് ഇന്നെടുത്ത സെക്ഷൻ സെൻഡ് ചെയ്യും. ക്ലിയർ ആയോ? ബ്ലഡിന്റെ സെക്ഷൻ കഴിഞ്ഞ വർഷത്തെ നോട്ട് നോക്കിയിട്ട് എഴുതാം. ഈ കോളം കൂടി എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ? എനി ഡൗട്ട്? ഓക്കെ, എനിക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.